ജോലി ശരിയാവാതെ വിഷമിക്കുന്നവരാണോ? കല്യാണം നടക്കാതെ വിഷമിക്കുന്നിരിക്കുന്നവരാണോ? രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണോ? അതെ, വിചാരിച്ച കാര്യം ഹൈറായി കിട്ടാൻ, വിചാരിച്ച കാര്യങ്ങളെല്ലാം നടക്കാൻ നമ്മൾ ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ അള്ളാഹുവിൻ്റെ ഈ ഇസ്മ ഉപയോഗിച്ചാൽ മതി. ജീവിതത്തിൽ നമ്മൾ ഒരു ജോലി, ഒരു വിവാഹം, ഒരു രോഗശാന്തി, കടബാധ്യതയിൽ നിന്നുള്ള മോചനം എത്ര ദുആ ചെയ്തിട്ടും എത്ര സുജൂദിൽ കരഞ്ഞിട്ടും ഒരു മറുപടിയും കിട്ടാതിരിക്കുന്നു. അപ്പോൾ ശൈത്താൻ നമ്മുടെ മനസ്സിൽ ചോദിക്കും, അള്ളാഹു നിന്നെ മറന്നോ? ഇല്ല, ഒരിക്കലുമല്ല. അള്ളാഹു മറക്കുന്നവനുമല്ല, അവൻ ഒരിക്കലും മറക്കില്ല. അവൻ അൽ സമീഉമാണ്, എപ്പോഴും കേൾക്കുന്നവനുമാണ്. അൽ ബസീറുമാണ്, എപ്പോഴും കാണുന്നവനുമാണ്. വിചാരിച്ച കാര്യങ്ങൾ നമുക്ക് ഹൈറായി കിട്ടാനും വിചാരിച്ച കാര്യങ്ങൾ എളുപ്പത്തിൽ കിട്ടുവാനും വേണ്ടി ഈ അള്ളാഹുവിൻ്റെ അസ്മാനുൽ ഹുസ്നയിലെ ഈ നാമം ചൊല്ലുക. യാ സമീഉ യാ അല്ലാ, യാ സമീഉ യാ അല്ലാ, എല്ലാം കേൾക്കുന്നവനായ അള്ളാഹുവേ, യാ സമീഉ യാ അല്ലാ. ഇത് ദിവസവും 468 തവണ ചെല്ലണം. എണ്ണം കൂടുതലാണെന്ന് തോന്നും, പക്ഷേ ഇത് നമ്മുടെ ആവശ്യത്തിന്, നമ്മുടെ കരച്ചിലിൻ്റെ ആഴം അള്ളാഹുവിനെ കാണിക്കലാണ്. തസ്ബീഹ് മാല ഉപയോഗിക്കും, നടക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും സമയം കിട്ടുമ്പോഴെല്ലാം ചൊല്ലാം. ഇത് ചെല്ലുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം എപ്പോഴും മനസ്സിൽ ഉറപ്പോടെ ചെല്ലണം, മനസ്സിലുണ്ടാവുകയും ചെയ്യണം. ഉറപ്പോടെ നീയത്തോടെ ചെല്ലുകയും വേണം. തുടർച്ചയായി ചെയ്ത് നോക്കുക ഇതുപോലെ ഈ വാക്ക് ചൊല്ലി. നിങ്ങൾ വിചാരിക്കും ഇത്ര ചൊല്ലിയാൽ നമ്മുടെ കാര്യം നടക്കുമോ എന്ന്. ഇല്ല സഹോദരങ്ങളെ, നമ്മൾ കച്ചവടം ചെയ്യുകയല്ല. ഇത്രയും ചൊല്ലിയാൽ അള്ളാഹു തരണം എന്ന് ഒരു നിബന്ധന വയ്ക്കാൻ നമുക്കാവില്ല. അള്ളാഹു തരുന്നത് 3 രീതിയിലാണ്. ഒന്നുകിൽ നമ്മൾ ചോദിച്ചത് അതേപടി തരും, അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലത് തരും, അല്ലെങ്കിൽ ആ ദുആ കൊണ്ട് നിങ്ങൾക്ക് വരാനിരിക്കുന്ന ആപത്തുകളെ തടയും. അതുകൊണ്ട് 468 തവണ ചൊല്ലുമ്പോൾ അള്ളാഹു ഇത് എനിക്ക് നല്ലതാണെങ്കിൽ നീ എനിക്ക് തരണമേ എന്ന് കൂടി കരുതണം. നമ്മുടെ ജോലി കാരണങ്ങൾ ചെയ്യുക എന്നതാണ്, ഫലം നിശ്ചയിക്കുന്നത് അവനാണ്. അവൻ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട് എന്ന പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്യുക. എൻ്റെ പ്രിയ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് ഒന്നേ പറയുന്നുള്ളൂ. ഈ ദിക്ർ ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഏറ്റവും പ്രയാസപ്പെട്ട സമയത്ത് ഞാൻ മുറുകെ പിടിച്ചതാണ് യാ സമീഉ യാ അല്ലാ. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, ഈ 468 തവണ നിങ്ങൾ ചെല്ലുമ്പോൾ അത് വെറും ഒരു എണ്ണമായി കണക്കാണരുത്. ഓരോ തവണയും നിങ്ങളുടെ ഹൃദയം അള്ളാഹുവിനോട് സംസാരിക്കുകയാണെന്ന് കരുതണം. ഒന്നുറപ്പ് തരാം, അള്ളാഹു നിങ്ങളെ കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ കണ്ണീരിൻ്റെ ഓരോ തുള്ളിയും അവൻ എണ്ണുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഞാനും ദുആ ചെയ്യാം, നിങ്ങളും എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ. ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടും എന്ന് തോന്നിയാൽ പ്ലീസ് ഒന്ന് ഷെയർ ചെയ്യണേ. ഒരാളുടെ ജീവിതത്തിൽ ഒരു നന്മയ്ക്ക് നമ്മൾ കാരണമായാൽ അതാണ് ഏറ്റവും വലിയ സന്തോഷം. കമൻറ്റിൽ യാ സമീഉ യാ അല്ലാ എന്ന് എഴുതുക. നിങ്ങൾ ഈ ദിക്ർ ഏറ്റെടുത്തതെന്ന് നമുക്ക് ഒരുമിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. അള്ളാഹു നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നിങ്ങളെക്കാൾ നന്നായി അറിയുന്ന രീതിയിൽ നിറവേറ്റി